വാർത്തകൾ വിശദമായി. എമ്പുരാനിലെ കച്ചവടം കലയുടെ പേരിൽ അതിവിദഗ്ധമായി കടത്തിവിട്ട് പണം കൊയ്തു മിടുക്കരാകാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ പക്ഷവും പ്രതിപക്ഷവുമായി ജനം മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സത്യത്തിൽ ആരും ഒന്നും പ്രതികരിച്ചില്ലയെങ്കിൽ സ്വയം ചത്തുനാറുമായിരുന്ന സിനിമ മാത്രമാണ് എമ്പുരാൻ. സത്യത്തിൽ എതിർപ്പാരും പറഞ്ഞില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം പോലെ അഭിപ്രായ സ്വാതന്ത്ര്യവുമുള്ള ഈ രാജ്യത്ത് കേരളത്തിലെ ചില ചാനലുകളിലെ ചന്തിയിലെ ചുവപ്പ് മാറുന്നതിന് എത്രയോ മുൻപ് നിലവിലുള്ള ഓർഗനൈസർ എന്ന RSS പത്രത്തിൽ ഒരു അഭിപ്രായം വന്നു. ചില BJP നേതാക്കൾ ചിലത് പറഞ്ഞു. ഇതെല്ലാം കച്ചവടതന്ത്രമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. കേരളത്തിൽ ആദ്യം ഉണ്ടായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഹനിച്ച ഒരു സംഭവം ക്രിസ്തുവിന്റെ 6-ാം തിരുമുറിവ് എന്ന നാടകത്തെക്കുറിച്ചുള്ളതായിരുന്നു. പിന്നീട് അത് എത്രയോ തലങ്ങളിലുണ്ടായി. അത് ഈ സിനിമാക്കാർ ഓർക്കണം. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മഹത്വം പുഴ മുതൽ പുഴ വരെ പോട്ടെ. കമൽഹാസൻ സംഖ്യയല്ലല്ലോ, അയാളുടെ വിശ്വരൂപം. ഇന്ന് നമ്മുടെ ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ എമ്പുരാനെതിരെ നടത്തിയ പ്രതികരണവും അതിൽ നടത്തിയ വെട്ടിത്തിരുത്തലും രാജ്യസഭയിൽ പ്രതിപാദിച്ചു. ഉടൻ മറുപടിയായി ആ സിനിമയിൽ നടത്തിയ ക്രിസ്ത്യൻ അധിക്ഷേപം ചൂണ്ടിക്കാട്ടി ജോർജ് കുര്യൻ സംസാരിച്ചു. കിളി പോയി. കേട്ട ബ്രിട്ടാസിനും കേരള മതേതരന്മാർക്കും. കേട്ടില്ലെങ്കിൽ കേൾക്കണം.